ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഇഷ്യൂ ഷെയർസിന്റെ അക്കൗണ്ടിങ് എങ്ങനെയാണെന്നാണ്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ഷെയർ എന്താണ്, ഷെയർ ക്യാപിറ്റൽ എന്താണ്, എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴത്തെ പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം തന്നെ നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ അക്കൗണ്ടിങ് എങ്ങനെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ക്യാഷിനായിരിക്കാം, അതല്ലെങ്കിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആയിരിക്കാം. ഓക്കെ, സോ കമ്പനി ക്യാൻ ഇഷ്യൂ ഷെയർസ് ഇൻ ദ ഫോളോയിങ് ടു വേസ്: ഫോർ ക്യാഷ് ആൻഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മുടെ ബാങ്കിൽ വരുന്ന ക്രെഡിറ്റ് ആവുന്ന ക്യാഷിനെ തന്നെയാണ് പറയുന്നത്. ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഓഫ് എനി കൈൻഡ്സ്. ഓക്കെ, എനി കൈൻഡ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിനെ എനി കൈൻഡ് എന്നും കൂടെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അത് അസറ്റിനായിരിക്കാം, അല്ലെങ്കിൽ ഇൻ റിട്ടേൺ അസറ്റിനായിരിക്കാം മേ ബി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതിന്റെ ഡീലിങ്സ് എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഷെയർസ് ക്യാഷിന് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ഈ ക്യാഷിന് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ഷെയർ നമുക്ക് രണ്ട് തരത്തിലായിരിക്കാം റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ലംസം എന്നാണ് ഫസ്റ്റ് വൺ. ഇൻ ലംസം എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ എമൗണ്ട് ആയിട്ട് ഇൻവെസ്റ്റർ പേ ചെയ്യുകയാണെങ്കിലാണ് ഇൻ ലംസം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ പ്രൈസ് ഓഫ് ദ ഷെയർ ഇസ് റിസീവ്ഡ് ഇൻ ലംസം, അപ്പൊ എങ്ങനെയാണ് എൻട്രി വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്കൊരു ലംസം എമൗണ്ട് ബാങ്കിലോട്ട് വരുന്നു. അപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ആവുന്നു. അതേപോലെ നമ്മൾ ഈ അക്കൗണ്ട്, അതായത് നമ്മൾ ഈ എമൗണ്ട് എന്തിലോട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്. സോ ദ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴത്തെ സ്റ്റെപ്സ്, ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എൻട്രീസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് ദ പ്രൈസ് ഓഫ് ദ ഷെയർ ഈസ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്, നമ്മൾ ലംസത്തിന്റെ കേസ് എങ്ങനെയാണെന്നുള്ള ഓൾറെഡി നോക്കി. അത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഒരു എമൗണ്ട് ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്നും ഇൻസ്റ്റാൾമെന്റിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് ഈ ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർ റിസീവ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ നമ്മൾ എങ്ങനെയാണ് എൻട്രി എഴുതുന്നതെന്നാണ് നോക്കുന്നത്. സോ ഓൺ റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി, ആദ്യത്തെ സ്റ്റെപ്പ് ആണ് എന്ത്, അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുക എന്നുള്ളത്. എന്താണ് അപ്പോഴത്തെ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ബാങ്കിലോട്ട് എമൗണ്ട് വരുന്നു, ആ എമൗണ്ടിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷൻ കമ്പനി ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതേസമയം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ദ എൻട്രി വിൽ ബി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അപ്ലിക്കേഷന്റെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുമ്പോഴത്തെ എൻട്രി ആണ് ഇവിടെ വരുന്നത്. ആദ്യം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, പിന്നെ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ആണ് അലോട്ട്മെന്റ്. അതായത് അപ്ലിക്കേഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഷെയർസിലെല്ലാം തന്നെ എല്ലാതും നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അലോട്ട് ചെയ്യുന്ന ഷെയർസിനുള്ള എൻട്രി എന്താണ്? ആദ്യം ഡ്യൂ ആവുമ്പോഴത്തെ എൻട്രി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഈ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് നമ്മൾ ഷെയർ അലോട്ട്മെന്റിനെ ക്രെഡിറ്റ് ചെയ്യാണ്. ദെൻ ഓൺ റെസിപ്റ്റ് ഓഫ് അലോട്ട്മെന്റ് മണി നമുക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്കിലോട്ടാണല്ലോ എന്തായാലും എമൗണ്ട് വരുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ദെൻ അതിനുശേഷമുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൾ മണി റിസീവിംഗ് ആണ്. ഓക്കെ, സോ ആ സമയത്ത് നമുക്ക് എന്താണ് എൻട്രി? ഡ്യൂ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ വിളിക്കുന്ന സമയത്ത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതേപോലെ ആ മണി ബാങ്കിലോട്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. സോ ഇതേപോലെ ഫസ്റ്റ് കോളിന്റെ കൂടെ തന്നെ സെക്കൻഡ് കോൾ ഉണ്ടാവാം, ചില സമയത്ത് തേർഡ് കോൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഒക്കെ ഈ എൻട്രി റിപ്പീറ്റ് ആവും, ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. സോ നമ്മൾ എന്താണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്? ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴത്തെ സ്റ്റെപ്സ് ആണ്. ദാറ്റ് ഇസ് അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, കോൾ മണി. ദാറ്റ് ക്യാൻ ബി ത്രൂ മെനി ഡിഫറെന്റ് കോൾസ്. ദാറ്റ് ഇസ് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ. അപ്പോൾ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ, അതേപോലെ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലാസ്റ്റ് ഈ എമൗണ്ട് എല്ലാം കൂടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം അലോട്ട് ചെയ്യുന്നു. സോ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. പിന്നെ റെസിപ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബാങ്കിൽ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അതിനുശേഷം നമ്മൾ കോൾ വിളിക്കും. സോ ഫസ്റ്റ് കോൾ, ദാറ്റ് ഇസ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. സോ ഇങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് പോകുന്നത്. ഇത് നമ്മുടെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴത്തെ അതേ സ്റ്റെപ്സ് ആണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്, എൻട്രി എഴുതുന്ന സമയത്ത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ
എന്താണ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തെ ടേംസ് എന്ന് നോക്കാം. ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി ഇഷ്യൂ ഷെയർ വിൽ ബി സ്റ്റേറ്റഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. യെസ്, പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 തരത്തിൽ ഇഷ്യൂ ചെയ്യാം. അറ്റ് പാറിന് ഇഷ്യൂ ചെയ്യാം, ആൻഡ് അറ്റ് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാം, അതേപോലെ തന്നെ ഡിസ്കൗണ്ടിനും ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താണോ നോമിനൽ വാല്യൂ, ആ നോമിനൽ വാല്യൂവിന് തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. സോ പ്രീമിയം എന്ന് പറയുമ്പോൾ മോർ ദാൻ നോമിനൽ വാല്യൂ ആയിരിക്കും. അതായത് 10 റുപ്പീസ് ഷെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 12 റുപ്പീസിനായിരിക്കാം മേ ബി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോഴാണ് പ്രീമിയത്തിന്റെ കേസ് വരുന്നത്. അതേപോലെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ആ വാക്ക് പോലെ തന്നെ ലെസ് ദാൻ നോമിനൽ വാല്യൂവിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ഒരു 10 റുപ്പീസിന്റെ ഷെയർ ആണെങ്കിൽ നമ്മൾ എന്തിനായിരിക്കും വിൽക്കുന്നത്, 8 റുപ്പീസിനായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഈ കേസാണ് ഡിസ്കൗണ്ടിന്റെ കേസ്. സോ ഫസ്റ്റ് കേസ് നമ്മൾ പാർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ when shares are issued at a price equal to their nominal value. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ എന്താണോ നോമിനൽ വാല്യൂ, ആ നോമിനൽ വാല്യൂവിന് തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഷെയറിന്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഈ 10 റുപ്പീസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോസ്പെക്ടസിനകത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേ 10 റുപ്പീസിന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഷെയർ ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എച്ച് ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് 20 lakh ഡിവൈഡഡ് ഇൻറ്റു 20,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 20 lakh ആണ് നോമിനൽ ക്യാപിറ്റൽ. അതായത് ഇത്രയും മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ക്യാൻ റേസ് ആണ് നോമിനൽ ക്യാപിറ്റൽ. അണ്ടർസ്റ്റാൻഡ്? സോ ആ 20 lakh ആണ് ഇവിടെ നോമിനൽ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. അതിനെ എത്ര ഷെയർ ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 100 റുപ്പീസ് വെച്ച് 20,000 ഷെയർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 10,000 ഷെയർസ് ആണ് അറ്റ് പാർ. പേയബിൾ ലംസം എമൗണ്ടിലല്ല, ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് നമ്മൾ ആ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത്. സോ പേയബിൾ അറ്റ് ₹20 ഓൺ അപ്ലിക്കേഷൻ, ₹30 ഓൺ അലോട്ട്മെന്റ്, ₹20 ഓൺ ഫസ്റ്റ് കോൾ ആൻഡ് ₹30 ഓൺ ഫൈനൽ കോൾ. ഓക്കെ, അപ്പോൾ 4 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ അപ്ലിക്കേഷൻ, സെക്കൻഡ് വൺ അലോട്ട്മെന്റ്, തേർഡ് വൺ ഫസ്റ്റ് കോൾ ആൻഡ് ലാസ്റ്റ് വൺ ഫൈനൽ കോൾ. ഓക്കെ, സെക്കൻഡ് കോൾ എന്ന് നമ്മൾ പറയില്ല, ഒന്നില്ലെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതർവൈസ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഫൈനൽ കോൾ. സോ ഓൾ ഷെയർസ് were subscribed by the public. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കാരണം നിങ്ങൾ ഓൾറെഡി മിനിമം സബ്സ്ക്രിപ്ഷനും അതേപോലെ തന്നെ അണ്ടർ സബ്സ്ക്രിപ്ഷനും ഓവർ സബ്സ്ക്രിപ്ഷനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഓൾ ഷെയർസ് were subscribed by the public and amounts duly received. Past journal entries in the books of the company. നമുക്ക് എൻട്രീസ് മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. സോ വി ക്യാൻ ഡിസ്കസ് ദ ആൻസർ നൗ. ഫസ്റ്റ് അപ്ലിക്കേഷന്റെ എൻട്രി വരുന്നത് എന്താണ്, ബാങ്കിലോട്ട് നമ്മുടെ ക്യാഷ് വരുന്ന എൻട്രി ആണ്. അപ്പോൾ എത്ര ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, 10,000 ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അറ്റ് ദ ₹20 അല്ലേ. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് 10,000 ഇൻറ്റു 20 ദാറ്റ് ഇസ് 2 lakh rupees. അത് എങ്ങോട്ട് വന്നു, ബാങ്കിലോട്ട് വന്നു. ഓക്കെ, ദെൻ ഈ ബാങ്കിലോട്ട് വന്ന അപ്ലിക്കേഷൻ അക്കൗണ്ടിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, നമ്മുടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഇസ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 lakhനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എന്തിന്റെ എൻട്രി കംപ്ലീറ്റ് ആയി, അപ്ലിക്കേഷൻ എന്ന സ്റ്റെപ്പിന്റെ എൻട്രി കംപ്ലീറ്റ് ആയി. ഓക്കെ, ദെൻ കംസ് അലോട്ട്മെന്റ്. അപ്പൊ അലോട്ട്മെന്റിന് എങ്ങനെയാ, ആദ്യം നമ്മൾ ഡ്യൂ ആവുമ്പോഴത്തെ എൻട്രി ആണ് എഴുതുന്നത്. അപ്പൊ എത്ര ഷെയറിനാണ് നമ്മൾ ഡ്യൂ ആവുന്നത്, 10,000 ഷെയർസിനാണ് അറ്റ് ₹30ക്കാണ് അലോട്ട്മെന്റ് നമ്മൾ ഡ്യൂ ആക്കുന്നത്. സോ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് വന്നിട്ട് 10,000 ഇൻറ്റു 30. ഓക്കെ, ദാറ്റ് ഇസ് 3 lakh. അപ്പൊ 3 lakh എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ഡ്യൂ ആക്കുന്നു. ദെൻ ആ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്കിലാണിക്കുമല്ലോ എന്തായാലും മണി റിസീവ് ചെയ്യുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അഗെയിൻ 3 lakh rupees. അപ്പൊ നമ്മുടെ അലോട്ട്മെന്റിന്റെ സ്റ്റെപ്പും അവിടെ എന്ത് ചെയ്യാണ്, അവിടെ അലോട്ട്മെന്റിന്റെ സെക്കൻഡ് സ്റ്റെപ്പും അവിടെ കഴിയാണ്. ദെൻ കംസ് തേർഡ് സ്റ്റെപ്പ്, അതായത് നമ്മൾ കോൾ വിളിക്കുകയാണ്, ഫസ്റ്റ് കോള്. സോ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ഓൺ 10,000 ഷെയർസ് അറ്റ് ₹20. 20ക്കാണ് കോൾ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ 10,000 ഇൻറ്റു 20 ആണ് ഫസ്റ്റ് കോൾ മണി വരുന്നത്, ദാറ്റ് ഈസ് 2 lakh rupees. സോ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ആയിട്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അതാണ് ഡ്യൂ ആകുമ്പോഴത്തെ എൻട്രി. അതേപോലെ തന്നെ ബാങ്കിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെയിം എമൗണ്ട് നമ്മൾ കാണിക്കുന്നു. സോ ഫസ്റ്റ് കോൾ എന്ന് പറയുന്ന സ്റ്റെപ്പും അവിടെ എന്തായി, നമ്മൾ എൻ്റർ ചെയ്തു. ദെൻ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, നമുക്ക് ഒരിക്കലും സെക്കൻഡ് കോൾ എന്ന് മാത്രം എഴുതാൻ പറ്റില്ല. യു ക്യാൻ എയ്തർ റൈറ്റ് ഫൈനൽ കോൾ ഓർ റൈറ്റ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഓക്കെ, സോ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡ്യൂ ആകുമ്പോഴത്തെ എൻട്രി അഗെയിൻ അറ്റ് ₹30. സോ 10,000 ഇൻറ്റു
30. ഓക്കെ. ദെൻ ആ മണി നമുക്ക് ബാങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എൻട്രി കൂടെ കാണിക്കുന്നു. ദാറ്റ് ഈസ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ എൻട്രി കൂടെ നമ്മൾ പാസ് ചെയ്തു. അതോടുകൂടി ഈ ഒരു എക്സാമ്പിളിനകത്തുള്ള 4 സ്റ്റെപ്സും കഴിയാണ്. സോ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അത് തന്നെ നമ്മൾ എന്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഈസ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. അതേപോലെ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അലോട്ട്മെന്റിന്റെ സ്റ്റെപ്പ് അവിടെ തീരുന്നു. പിന്നെ ഫസ്റ്റ് കോൾ വിളിക്കുന്ന സമയത്ത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അതേപോലെ ബാങ്കിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ആ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൽ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ബാങ്കിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. അതോടുകൂടി ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ള ഷെയറിന്റെ ഇഷ്യൂ എന്ത് ചെയ്യാണ്? കഴിയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എൻട്രി പാസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇഷ്യൂയിങ് അറ്റ് പാർ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്. അടുത്തെന്ന് പറയുന്നത് ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം, ദാറ്റ് ഈസ് മോർ ദാൻ നോമിനൽ വാല്യൂ. ഓക്കെ. ഇപ്പൊ 10 റുപ്പീസിന്റെ ഷെയർ ആണെങ്കിൽ 12 റുപ്പീസിന് വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രീമിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ വാട്ട് ഇസ് ഷെയർ ഇഷ്യൂ അറ്റ് പ്രീമിയം? വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദെയർ ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ, ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ദ എക്സസ് എമൗണ്ട് റിസീവ്ഡ് ഓവർ ദ ഫേസ് വാല്യൂ ഈസ് കോൾഡ് ദ ഷെയർ പ്രീമിയം. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ 10 റുപ്പീസിന്റെ ഷെയർ 12 റുപ്പീസിനാണ് കൊടുക്കുന്നതെങ്കിൽ ഈ എക്സസ് 2 റുപ്പീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെയർ പ്രീമിയം എന്ന് വിളിക്കുന്നത്. ഇതിന്റെ വേറൊരു പേരാണ് സെക്യൂരിറ്റീസ് പ്രീമിയം. Okay, share premium is also known as securities premium. Okay, then a company generally issues its share at a premium when there is a good demand for shares. Of course, നമ്മുടെ കമ്പനിയുടെ ഷെയറിന് അത്രയും ഡിമാൻഡ് ഉള്ള സമയത്താണ് നമുക്ക് ഇത് പ്രീമിയത്തിന് വിൽക്കാൻ പറ്റുന്നത്. ഓക്കെ. ദെൻ ഇതിന്റെ കേസിലൊരു സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 52 ഓഫ് കമ്പനീസ് ആക്ട് ആണ്. എന്താണ് സെക്ഷൻ 52 ഓഫ് കമ്പനീസ് ആക്ടിൽ പറയുന്നത്? നമ്മൾ പ്രീമിയത്തിലൂടെ ഇഷ്യൂ ചെയ്ത ആ എമൗണ്ട് ഉണ്ടല്ലോ, അതായത് ആ പ്രീമിയത്തിന്റെ എമൗണ്ട് മാത്രം നമ്മൾ എങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യണം? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഏത് ഹെഡിന്റെ അണ്ടറിലാണ് കാണിക്കുന്നത്? റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിന്റെ അണ്ടറിൽ, ഇക്വിറ്റി എന്ന സബ് ഹെഡിന്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വിറ്റി എന്ന ഹെഡിന്റെ അണ്ടറിൽ വരുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന സബ് ഹെഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കുന്നത്. ഓക്കെ. ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ നമുക്ക് എന്തുണ്ടാവും? ഇക്വിറ്റി എന്ന് പറയുന്ന ഹെഡ് ഉണ്ടാവും. അതിന്റെ അണ്ടറിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡ് ഉണ്ടാവും. അതിന്റെയും താഴെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ എമൗണ്ട് നമ്മൾ കാണിക്കുന്നത്. ആൻഡ് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ആ എമൗണ്ട് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെബിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു പുതിയ കമ്പനി, വാട്ട് ഇസ് എ ന്യൂ കമ്പനി? ന്യൂ കമ്പനി എന്ന് പറഞ്ഞാൽ 12 മന്ത്സ് ആവാത്തതാണ്. അതായത് കമൻസ് ചെയ്തിട്ട് 12 മന്ത്സ് ആവാത്ത കമ്പനീസിനെയാണ് നമ്മൾ ന്യൂ കമ്പനീസ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അവരുടെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല, അതിനുള്ള ടൈം ആവുന്നേ ഉള്ളൂ. ബിക്കോസ് 12 മന്ത്സ് ആയിട്ടില്ല അവർ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. അത്തരം കമ്പനീസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ദേ ഷുഡ് ഗോ ഓൺ പാർ or either they can go for discount. Okay, so according to SEBI guidelines, ഒരു പുതിയ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനകത്ത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഒരു കണ്ടീഷൻ. അതർവൈസ് ബാക്കിയുള്ള കമ്പനീസിന് എന്ത് ചെയ്യാം? റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിനകത്ത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഷെയർ ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം under section 52 of Companies Act. So nominal വാല്യൂനേക്കാൾ കൂടുതൽ എമൗണ്ടിന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് എന്ത് പറയുന്നത്? ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കേസിൽ നമുക്ക് എൻട്രീസ് ആ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണമല്ലോ എന്തായാലും എൻട്രി കാണിക്കാൻ. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് എന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തിനൊക്കെയാണ് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനകത്തെ എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞു ഏത് സെക്ഷനാണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡീൽ ചെയ്യുന്നത്? കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 52 ആണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനെ പറ്റിയിട്ട് നമ്മുടെ അടുത്ത്
ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ എന്തിനൊക്കെ നമുക്കത് യൂസ് ചെയ്യാം, ഏതെല്ലാം പർപ്പസിന് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലെ എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലെ മണി നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി, അതായത് കമ്പനി കമൻസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുക. ഇത് ഓഫ് കോഴ്സ് അസറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വർഷം ചെല്ലുന്തോറും ഈ പ്രിലിമിനറി എക്സ്പെൻസസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാം. ആ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അസറ്റിൽ നിന്നും ഒരു എമൗണ്ട് കുറയുമ്പോൾ ലയബിലിറ്റിയിൽ നിന്നും എന്ത് ചെയ്യണം, എമൗണ്ട് കുറയണം. സോ ഈ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുന്ന എമൗണ്ട് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എവിടുന്ന് എടുത്തിട്ടാണ്, സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്ന എമൗണ്ടിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഓഫ് ചെയ്യുന്നത്. സോ ടു റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് വി ക്യാൻ യൂസ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ഓക്കെ. ദെൻ തേർഡ് വൺ ടു റൈറ്റ് ഓഫ് ദി എക്സ്പെൻസസ് ഓഫ്, നമ്മൾ ഓൾറെഡി എക്സ്പെൻസിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ കമ്മീഷൻ പെയ്ഡ്, ദെൻ ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഇഷ്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. ഇതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഷെയർ പ്രീമിയം അക്കൗണ്ടിനകത്ത് എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഫോർത്ത് വൺ ടു പേ പ്രീമിയം പേയബിൾ ഓൺ ദ റിഡംഷൻ ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. അതായത് ഡിബഞ്ചേഴ്സോ പ്രിഫറൻസ് ഷെയർസോ റെഡീം ചെയ്യുന്ന സമയത്ത്, റെഡീം ചെയ്യാൻ മീൻസ് റീപേ ചെയ്യുന്ന സമയത്ത്, റിഡംഷന്റെ സമയത്ത് നമുക്ക് പ്രീമിയം എന്തെങ്കിലും പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലെ എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ടു ബൈ ഇറ്റ്സ് ഓൺ ഷെയർസ്, ദാറ്റ് ഇസ് ബൈബാക്ക് ഓഫ് ഷെയർസ് ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സ്പെൻസസിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാവുന്നതാണ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്തൊക്കെ പർപ്പസസിനാണ് കമ്പനിക്ക് യൂസ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ പർപ്പസസിനാണ്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ യൂസ് ചെയ്യാം, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതേപോലെ കമ്മീഷൻ പേ ചെയ്തത്, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള കമ്മീഷൻ പേ ചെയ്തതാണ് കേട്ടോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ. അതേപോലെ ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഇഷ്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, ഇതെല്ലാം റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷെയർ പ്രീമിയം അക്കൗണ്ടിലെ എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ബൈബാക്ക് ഓഫ് ഷെയർസ് ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ പ്രീമിയം അക്കൗണ്ടിനകത്ത് എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് ഇക്വിറ്റി ഷെയർസിന്റെ മുകളിൽ നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആ ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സെക്യൂരിറ്റീസ് പ്രീമിയം ഓർ ഷെയർ പ്രീമിയം അക്കൗണ്ടിലെ എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയാണ് തിയറി അബൌട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം. ഇനി നമുക്ക് ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. See, the amount of share premium may be received either along with the application money. നമുക്ക് ഈ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ മണിയുടെ കൂടെ നമുക്ക് കിട്ടാം. ഓക്കെ, ഇൻവെസ്റ്റർ വേണമെങ്കിൽ അപ്ലിക്കേഷൻ മണിയുടെ കൂടെ നമുക്ക് തരാം, അതല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ കൂടെ തരാം, അതും അല്ലെങ്കിൽ കോൾ മണിയുടെ കൂടെ ആയിരിക്കാം തരുന്നത്. ഓക്കെ, ഇത് തന്നെ ഷെയർ പ്രീമിയത്തിന്റെ എമൗണ്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അപ്ലിക്കേഷനിലും അലോട്ട്മെന്റിലും കോൾ മണിയിലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റേഴ്സ് തരാനുള്ള ഒരു വകുപ്പ് കൂടി ഉണ്ട്. ഓക്കെ, സോ ഷെയർ പ്രീമിയം ക്യാൻ ബി റിസീവ്ഡ് എയ്തർ along with application money or with allotment money or with call money or partly with application money and partly with allotment money. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂഷ്വലി പേയബിൾ വിത്ത് ദ അലോട്ട്മെന്റ് മണി. സാധാരണയായിട്ട് നമുക്ക് എന്തിലാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്നതിന്റെ കൂടെയാണ് പ്രീമിയം എമൗണ്ട് നമുക്ക് കിട്ടാറുള്ളത്. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് ഏത് മണിയുടെ അല്ലെങ്കിൽ ഏത് സ്റ്റെപ്പിലാണ് പ്രീമിയം റിസീവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇംപ്ലൈഡ് ആയിട്ട് എടുക്കാം, അലോട്ട്മെന്റിന്റെ കൂടെയാണ് അത് റിസീവ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും അനുമാനിക്കാം. ഓക്കെ, ദ എൻട്രി ഫോർ റെക്കോർഡിംഗ് പ്രീമിയം നമുക്ക് നോക്കാം. അതായത് പ്രീമിയം റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അപ്ലിക്കേഷന്റെ കൂടെ റിസീവ് ചെയ്യാം, അലോട്ട്മെന്റിന്റെ കൂടെ റിസീവ് ചെയ്യാം, അതേപോലെ തന്നെ കോളിന്റെ കൂടെ റിസീവ് ചെയ്യാം, ഓർ പാർട്ട്ലി വിത്ത് അപ്ലിക്കേഷൻ ഓർ പാർട്ട്ലി വിത്ത് അലോട്ട്മെന്റ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യാന്ന് പറഞ്ഞു. സോ പ്രീമിയം അപ്ലിക്കേഷൻ മണിയുടെ കൂടെ റിസീവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്നാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന അതേ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി എഴുതുന്നത്. അപ്പോൾ ആ ടോട്ടൽ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്ത ടോട്ടൽ എമൗണ്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എൻട്രി എഴുതാണ്. ഇനി ഈ ഷെയർസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, അലോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷെയർസ് എല്ലാം ഷെയർ ക്യാപിറ്റലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ, ഈ
ആ ട്രാൻസ്ഫർ ചെയ്യുന്ന അതായത് അപ്ലിക്കേഷന്റെ രണ്ടാമത്തെ എൻട്രി എഴുതുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഷെയർ അപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടിയ ടോട്ടൽ എമൗണ്ട് നമ്മൾ കാണിക്കും. ക്യാപിറ്റലിനകത്ത് എന്താണോ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മണി, നോമിനൽ വാല്യൂ എന്ന് പറയുമ്പോൾ നോമിനലിൽ തന്നെ അപ്ലിക്കേഷന് എത്രയാണോ എമൗണ്ട് ഇട്ടിരിക്കുന്നത് അത് മാത്രം നമ്മൾ എവിടെ കാണിക്കും, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും. ഓക്കെ, ഇനി സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ട് കിട്ടിയ എമൗണ്ട് ആ പ്രീമിയത്തിന്റെ റുപ്പീസ് വെച്ചിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ഡിവൈഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, ദെൻ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റീഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. കാരണം അപ്ലിക്കേഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എല്ലാ അപ്ലിക്കേഷൻ മണിക്കും അലോട്ട്മെന്റ് കൊടുത്തോളണമെന്നില്ല. കിട്ടിയ അപ്ലിക്കേഷനിൽ തന്നെ വളരെ ചിലപ്പോൾ ഒരു പോർഷൻ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അലോട്ട് ചെയ്യുന്നത്. സോ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റീഫണ്ട് ചെയ്യണം. അന്നേരം നമ്മൾ ബാങ്കിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണല്ലോ. സോ നമ്മൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് ആ റീഫണ്ടിന്റെ എമൗണ്ട് അല്ലെങ്കിൽ റിജക്ട് ചെയ്ത എമൗണ്ടും കൂടെ നമ്മൾ കാണിക്കണം. സോ ഫസ്റ്റ് എൻട്രി അപ്ലിക്കേഷന്റെ സമയത്താണ് പ്രീമിയം നമുക്ക് കിട്ടുന്നതെങ്കിൽ ഫസ്റ്റ് എൻട്രി നമ്മൾ സാധാരണ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ എമൗണ്ട് നമ്മൾ കാണിക്കുന്നു. സെക്കൻഡ് എൻട്രിക്കകത്താണ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നതിന് കൂടെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രീമിയത്തിന്റെ എമൗണ്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് കാണിക്കും. ഇനി അതിന്റെ കൂടെ എന്തെങ്കിലും റീഫണ്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് റീഫണ്ട് എമൗണ്ട് കൂടെ കാണിക്കും. ഇതാണ് അപ്ലിക്കേഷന്റെ സമയത്ത് പ്രീമിയം എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്താലുള്ള കേസ്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലോട്ട്മെന്റിന്റെ കൂടെ, ഇതാണ് നമുക്ക് യൂഷ്വലി സംഭവിക്കുന്ന കേസ് എന്ന് പറയുന്നത് കേട്ടോ. അലോട്ട്മെന്റിന്റെ കൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രീമിയം എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്യാറ് സാധാരണ. ഇനി ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, അലോട്ട്മെന്റിന്റെ എൻട്രി എഴുതുമ്പോഴായിരിക്കും നമ്മൾ പ്രീമിയം കൂടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അലോട്ട്മെന്റ് ഡ്യൂ ആവുമ്പോൾ നമ്മൾ എന്താ എൻട്രി എഴുതുന്നത്, അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് സാധാരണ നമ്മൾ എൻട്രി എഴുതുക. പ്രീമിയത്തിന്റെ കേസിൽ ഒന്നും കൂടെ ആഡ് ആവും, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടും കൂടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതാണല്ലോ സെക്ഷൻ 52 കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീമിയത്തിന്റെ എമൗണ്ട് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്നുള്ളതിലേക്ക് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ അലോട്ട്മെന്റ് ഡ്യൂ ആകുമ്പോഴത്തെ എൻട്രി എഴുതുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടോട്ടൽ എമൗണ്ട് നമ്മൾ അവിടെ കാണിക്കും. ദെൻ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റലിന്റെ അതായത് അലോട്ട്മെന്റിന്റെ മണി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റലിനകത്ത് കാണിക്കുന്നു. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രീമിയത്തിന്റെ മണി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ വെൻ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്ന സമയത്ത്, അതായത് യൂഷ്വലി അലോട്ട്മെന്റിന്റെ രണ്ടാമത്തെ എൻട്രി എഴുതാണ്, ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ടോട്ടൽ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്കിലോട്ട് റിസീവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രീമിയം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് വെച്ച് നമ്മൾ എൻട്രി എഴുതും. അപ്പൊ ഇതാണ് രണ്ട് കേസ്. ഒന്നെന്ന് പറയുന്നത് അപ്ലിക്കേഷൻ മണിയുടെ കൂടെ നമ്മൾ പ്രീമിയം റിസീവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ടോട്ടൽ എമൗണ്ട് ബാങ്കിൽ റിസീവ് ചെയ്യുന്ന എൻട്രി എഴുതുന്നു. അതിനുശേഷം ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എഴുതുമ്പോഴാണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്. ദെൻ അലോട്ട്മെന്റ് മണി യുടെ കൂടെയാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ഡ്യൂ ആവുമ്പോഴത്തെ എൻട്രിയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. അതേപോലെ ബാങ്കിലോട്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ എമൗണ്ട് നമ്മൾ കാണിക്കുന്നു. അപ്പൊ ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എച്ച് ലിമിറ്റഡ് ഇഷ്യൂഡ് 5000 ഷെയർസ് ഓഫ് 10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 5 പെർ ഷെയർ. അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും, 15 റുപ്പീസ് ആയിരിക്കും. ദെൻ ദ എമൗണ്ട് വാസ് പേയബിൾ 3 ഓൺ അപ്ലിക്കേഷൻ, 7 ഓൺ അലോട്ട്മെന്റ്, അതിൽ ഇൻക്ലൂഡിംഗ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്ലിക്കേഷന്റെ സമയത്തല്ല പ്രീമിയം നമുക്ക് കിട്ടിയിരിക്കുന്നത്, അലോട്ട്മെന്റിന്റെ കൂടെയാണ് പ്രീമിയം കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദി ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പൊ ബാലൻസ് എന്ന് പറയുമ്പോൾ എത്രയാ, 3+7 10 ഓൾറെഡി നമുക്ക് കിട്ടി. അപ്പൊ 5 ആയിരിക്കും ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. Okay, all shares were subscribed by the public and all money duly received. Show the journal entries in the books of the company. So നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ബാങ്കിനകത്ത് എമൗണ്ട് വരുമ്പോൾ എന്താണ് എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര രൂപയാണ് കാണിക്കുന്നത്, 5000 ഷെയർസിന് 3 റുപ്പീസ് ആണ് അപ്ലിക്കേഷൻ മണി. സോ 5000 ഇൻറ്റു 3 എത്ര രൂപ, 15,000 റുപ്പീസ് ആണ് ബാങ്കിൽ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലിക്കേഷൻ മണി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ 5000 ഇൻറ്റു 3 ദാറ്റ് ഇസ് 15,000 തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ അപ്ലിക്കേഷന്റെ സ്റ്റെപ്പ് ഇവിടെ അവസാനിച്ചു. ഇനി അലോട്ട്മെന്റിന്റെ കൂടെയാണ് നമുക്ക് പ്രീമിയം അക്കൗണ്ട് കിട്ടിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. സോ ഡ്യൂ ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രീമിയം ക്രെഡിറ്റ് ചെയ്യേണ്ടത്. സോ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടോട്ടൽ എമൗണ്ട് വെച്ചിട്ട് എത്ര രൂപയാണ്, 2 പെർ ഷെയറും അതേപോലെ തന്നെ പ്രീമിയം 5 ആണല്ലോ, അപ്പൊ 5 പെർ ഷെയറും ദാറ്റ് ഇസ് ടോട്ടൽ 7. സോ 5000 ഇൻറ്റു 7
35,000 ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിൽ. പിന്നെ ഷെയർ ക്യാപിറ്റലിൽ 5,000 ഇൻറ്റു 2 ദാറ്റ് ഇസ് 10,000. അതേപോലെ ഷെയർ പ്രീമിയം അക്കൗണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ 5,000 ഇൻറ്റു 5 25,000. ഇങ്ങനെയാണ് ഈ എമൗണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഷെയർ അലോട്ട്മെന്റിൽ ടോട്ടൽ എമൗണ്ട് നമ്മൾ കാണിച്ചു. ഷെയർ ക്യാപിറ്റലിനകത്ത് 2 റുപ്പീസ് വെച്ച് 10,000 കാണിച്ചു. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ 5 റുപ്പീസ് വെച്ച് 25,000 കാണിച്ചു. ഓക്കെ, ഇതോടുകൂടി അലോട്ട്മെന്റിന്റെ എൻട്രി കഴിഞ്ഞിട്ടില്ല. അലോട്ട്മെന്റിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെന്റ് എമൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ റിസീവ് ചെയ്തതായിട്ട് കാണിക്കുന്നു. പിന്നെ ഇവിടെ ഒറ്റ കോളേ ഉള്ളൂ. സോ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, ഒരു കോളേ ഉള്ളൂ വെച്ചാൽ നമ്മൾ അതിന്റെ കൂടെ ഫൈനൽ കോൾ എന്നും കൂടെ ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് ദാറ്റ് ഇസ് 15ൽ ഇനി ബാക്കിയുള്ളത് 5 റുപ്പീസും കൂടിയാണ് കിട്ടാനുള്ളത്. സോ 5,000 ഇൻറ്റു 5 25,000 റുപ്പീസ് നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു, ഫൈനൽ കോളിലേക്ക് മാറ്റുന്നു. ഇത് ഡ്യൂ ആകുമ്പോഴത്തെ എൻട്രി ആണ്. ഇനി നമുക്ക് അത് കിട്ടുമ്പോൾ പേയ്മെന്റ് നടക്കുക അല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 25,000 നമ്മൾ കാണിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ് വരുന്നത്. ആദ്യം നമ്മൾ അപ്ലിക്കേഷൻ എഴുതി, പിന്നെ അലോട്ട്മെന്റിന്റെ കൂടെയാണ് സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് നമുക്ക് കിട്ടിയത്, അപ്പൊ അത് എഴുതി, ദെൻ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും കൂടെ എഴുതി. അപ്പൊ നമ്മുടെ ജേണൽ എൻട്രീസ് എന്തായി, കംപ്ലീറ്റ് ആയി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് എ പ്രോസ്പെക്ടസ് ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻസ് ഫോർ 12,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് par ആണ്. On application 3, on allotment 4, on first call 2, on final call 2. Okay, all the shares were subscribed and fully paid up, and share issue expenses amount to ₹2,000. Past necessary journal entries also prepare the cash book. Cash book കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല. ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ട് 2,000. അതിന് പുറമെ 12,000 ഇക്വിറ്റി ഷെയർസ് ₹10 ഈച്ച് ആണ്. അപ്പോൾ 3 + 4 7, 7 + 2 8, 8 + 1 9 rupees ആണ്. നോക്കൂ, 3 + 4 7, 7 + 2 9, 9 + 1 10 rupees. ഫുള്ളി ഇഷ്യൂഡ് അറ്റ് പാർ ആണ്. സോ 12,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പാർ ഇഷ്യൂ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ക്യാഷ് ബുക്കും കൂടെ ഇതിന്റെ കൂടെ വരയ്ക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി എൻട്രീസ് എങ്ങനെ തന്നെ വരുന്നത്, ആദ്യം അപ്ലിക്കേഷൻ്റെ എൻട്രി. സോ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 36,000. പിന്നെ ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 48,000. എങ്ങനെയാണ് മണി എമൗണ്ട് നോക്കി നോക്കൂ. ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 12,000 ഇൻറ്റു 12,000 ഷെയർസിന് 3 അല്ലേ അപ്ലിക്കേഷൻ, 3 റുപ്പീസ് വെച്ചിട്ട് 36,000 ആണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. പിന്നെ അലോട്ട്മെന്റ് എത്ര രൂപയ്ക്കായിരുന്നു, 4 റുപ്പീസിനാണ്. അപ്പൊ 12,000 ഷെയർസ് ഇൻറ്റു 4 48,000 അലോട്ട്മെന്റിൽ വന്നു. പിന്നെ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ദാറ്റ് ഇസ് 12,000 ഇൻറ്റു 2, സോ 24,000. പിന്നെ ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ദാറ്റ് ഇസ് 12,000 ഇൻറ്റു 12,000 ഇൻറ്റു 1 ദാറ്റ് ഇസ് 12,000 ആണ് കേട്ടോ. ഇത് എറർ ആണ്. 24,000 25,000 ഇങ്ങനെ വരില്ല. ദിസ് ഇസ് 12,000 ആൻഡ് 12,000. ഓക്കെ, സോ എമൗണ്ട് നോക്കൂ. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്കിൽ റിസീവ് ചെയ്യുന്ന ഒരു എൻട്രി ഇവിടെ എഴുതിയിട്ടില്ല. വൈ? ബിക്കോസ് വി ആർ പ്രിപ്പയറിംഗ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്താണ്, സബ്സിഡിയറി ബുക്കാണ് അല്ലെ, ജേണലിന്റെ സബ്സിഡിയറി ബുക്കാണ്. സോ ഇവിടെ കാണിക്കാത്ത എൻട്രീസ് ആണ് നമ്മൾ എവിടെ എഴുതുന്നത്. സോറി, ക്യാഷ് ബുക്കിൽ കാണിക്കാത്ത എൻട്രീസ് എഴുതിയാൽ മാത്രം മതി അവിടെ ജേണലിൽ. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ എൻട്രി എഴുതാത്തത്. അപ്പോൾ ക്യാഷ് ബുക്ക് സബ്സിഡിയറി ബുക്കാണ്, ക്യാഷ് അക്കൗണ്ട് അല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാഷ് ബുക്കാണ്. ദാറ്റ് ഈസ് സബ്സിഡിയറി ബുക്ക് ഓഫ് ജേണൽ. അപ്പോൾ ബാങ്കിൽ റിസീവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് വരുന്ന എൻട്രീസോ നമുക്ക് എവിടെ തന്നെ ഡയറക്ട്ലി പോസ്റ്റ് ചെയ്യാം, ക്യാഷ് ബുക്കിനകത്ത് ഡയറക്ട്ലി എൻട്രി ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഡ്യൂ ആകുമ്പോഴത്തെ എൻട്രീസ് മാത്രമേ എവിടെ കാണിച്ചിട്ടുള്ളൂ, ജേണലിനകത്ത് കാണിച്ചിട്ടുള്ളൂ. സി, ഇത് അപ്ലിക്കേഷൻ മണി നമ്മൾ ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള എൻട്രിയാണ്. ബാങ്കിൽ റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എഴുതേണ്ടത്, പക്ഷെ നമ്മൾ എഴുതിയത് രണ്ടാമത്തെ എൻട്രിയാണ്. പിന്നെ ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആകുമ്പോഴത്തെ എൻട്രി, ഫസ്റ്റ് കോൾ ഡ്യൂ ആകുമ്പോഴത്തെ എൻട്രി, അതേപോലെ ഫൈനൽ കോൾ ഡ്യൂ ആകുമ്പോഴത്തെ എൻട്രി. ഇനി ഇതെല്ലാം റിസീവ് ചെയ്യുന്ന എൻട്രീസ് ആണ് ക്യാഷ് ബുക്കിനകത്ത് വന്നിട്ടുള്ളത്. സോ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു,
ക്യാഷ് റിസീവ് ചെയ്തല്ലോ 36,000 റുപ്പീസ് 3 റുപ്പീസ് വെച്ച് 12,000 ഷെയർസിന് 36,000 റുപ്പീസ് കാണിച്ചു. അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് 48,000 റുപ്പീസ് കാണിക്കണം. ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് 24,000 വരുന്നു. ദെൻ ഷെയർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് 12,000 കാണിക്കുന്നു. സോ ടോട്ടൽ ഇസ് 1,20,000. പിന്നെ ഇതിന് പുറമെ ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ റെസീപ്റ്റ്സും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും, എല്ലാ പേയ്മെന്റ്സും നമ്മൾ എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. സോ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ഷെയർ ഇഷ്യൂ എക്സ്പെൻസ്, അതാണ് 2,000 റുപ്പീസ്. അപ്പൊ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ 1,18,000 നമുക്ക് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അതിന്റെ നോട്ടാണ് താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ജേണലിൽ റെക്കോർഡ് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും, അതല്ലെങ്കിൽ ക്യാഷ് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. സോ ഫുൾ എൻട്രി എഴുതാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് ജേണലിന്റെ ഒരു സബ്സിഡിയറി ബുക്കാണ്. രണ്ടും ആക്ച്വലി ജേണൽ തന്നെയാണ്. ക്യാഷ് ബുക്ക് ഈസ് ഇൻ ദ ഫോം ഓഫ് അക്കൗണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഷെയർസ് ത്രൂ ക്യാഷ്. അതിൽ നമുക്ക് ഇഷ്യൂ ഷെയർ ത്രൂ പാർ പറഞ്ഞു, ഇഷ്യൂ ഷെയർ അറ്റ് പ്രീമിയം പറഞ്ഞു. ഓക്കെ, ഇനി ഇഷ്യൂ ഷെയർ അറ്റ് ഡിസ്കൗണ്ടും കൂടെ ബാക്കിയുണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.